Hello guys. Welcome to my channel. നമ്മളിപ്പോ ഒരു മെസ്സക്കുട്ടിന് കുറെ നാളായി പറയണത് അവള് അക്വേറിയം വേണം അവൾക്ക് മീമീനെ വളർത്തണമെന്നൊക്കെ പറയണത് കേട്ടാ. അപ്പൊ ഞങ്ങളപ്പോ ഇന്ന് അക്വേറിയം സെറ്റ് ചെയ്യാൻ വേണ്ടി പോണേണ്. അപ്പൊ നമ്മള് മീനിനെ വാങ്ങിക്കാൻ വേണ്ടിട്ട് പോവുകയാണ് കേട്ടോ. നമ്മളപ്പോ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇറങ്ങും. അപ്പോൾ ചേട്ടൻ റെഡി ആയിട്ടില്ല. ചേട്ടൻ കുറച്ച് വർക്കിലൊക്കെ ആയിരുന്നു നമ്മുടെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ചേട്ടൻ കൂടി റെഡി ആയി കഴിയുമ്പോൾ നമ്മൾ മീൻ വാങ്ങിക്കാൻ പോകാൻ പോകുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് മീനൊക്കെ വാങ്ങിക്കണം. അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം കേട്ടോ. ഗൈസ് നമ്മൾ ഇറങ്ങാൻ വേണ്ടി തയ്യാറായിട്ടാ. എല്ലാവരും റെഡിയായി. ചേട്ടയും വന്ന്. അപ്പോൾ മെസ്സക്കുട്ടൻ്റെ ഇവിടെ നിൽപ്പുണ്ട് ഗൈസ്. മെസ്സക്കുട്ടൻ്റെ ഇവിടെ നിൽപ്പുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളപ്പോൾ ഇറങ്ങാൻ വേണ്ടി പോവാണ്ട. മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ പോവുകയാണ് ഗൈസ്. നമ്മൾ കുറച്ച് തിരക്കായി പോയി. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴാണ് ടൈം കിട്ടിയത് വാങ്ങിക്കാൻ വേണ്ടി പോകാനായിട്ട്. രാവിലെ നമ്മൾക്ക് കുറച്ച് തിരക്കായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ടായത് കൊണ്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റിയില്ല വാങ്ങിക്കാനായിട്ട്. നമ്മളപ്പോൾ ഇപ്പോൾ പോകാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ രാത്രിയായപ്പോഴാണ് നമ്മൾ മീൻ വാങ്ങിക്കാൻ വേണ്ടി നമുക്ക് പോകാൻ പറ്റിയത്. അപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ ഗൈസ് നമ്മളത് ഫിഷിന് ഇന്ന് വാങ്ങിക്കാൻ പറ്റിയില്ല. നമ്മളപ്പോൾ അതിൽ അക്വേറിയത്തിൽ സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഫിഷിനെ നമ്മളവിടെ ചെന്നപ്പോൾ പറഞ്ഞ് നാളെ ഇടാൻ പറ്റുള്ളൂ. ആ വെള്ളമൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ടൊക്കെ വേണം ഇടാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മെഡിസിനും സ്റ്റോണും ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ചെറിയ മെറ്റിൽ പോലത്തെ സ്റ്റോണൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് പിക്ചർ അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ മെഡിസിനൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഫുഡും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ നാളെ വാങ്ങിക്കത്തുള്ളൂ കേട്ടോ. അപ്പം നമുക്കപ്പോൾ എങ്ങനെയാണ് അക്വേറിയം സെറ്റ് ചെയ്യാനെന്ന് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളില്ലേ മറ്റേ ബാക്ക്ഗ്രൗണ്ട് പിക്ചർ വാങ്ങിയിട്ടുണ്ടായി. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് പിക്ചർ നമ്മൾ ഒട്ടിച്ചിട്ടാ ഗൈസ് കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, നമ്മൾ ഈ ഗ്രീനാണ് കേട്ടോ. നമ്മൾ ഈ പച്ച ഇലകളുടെ ബാക്ക്ഗ്രൗണ്ട് പിക്കാണ് നമ്മൾ വാങ്ങിച്ചത് കേട്ടോ ഗൈസ്. നമ്മളതാണ് സെറ്റ് ചെയ്യണത്. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് മെഡിസിനൊക്കെ വാങ്ങിയിട്ടുണ്ട്. മെഡിസിൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇത് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. പിന്നെ വേറൊരു മെഡിസിനും കൂടി നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഫിൽറ്റർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിയിരിക്കുന്ന മെഡിസിനാണ് കേട്ടോ ഇത്. ഒരു 3 തുള്ളി ആണ് പറഞ്ഞേക്കണത്. മറ്റേത് ഡ്രോപ്പാണ്, 2 ഡ്രോപ്പാണ് പറഞ്ഞേക്കുന്നത് ഗൈസ്. പിന്നെ നമ്മൾ ഫിൽറ്റർ വാങ്ങിയിട്ടുണ്ട്. ഫിൽറ്റർ വാങ്ങിയിട്ടുണ്ട് ഗൈസ്. പിന്നെ സ്റ്റോൺ നമ്മൾ കഴുകാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. സ്റ്റോണപ്പോൾ ചേട്ടൻ കഴുകാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റോൺ കഴുകാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ്. ചേട്ടാത്ത സ്റ്റോൺ കഴുകാൻ വേണ്ടി പോകുന്നുണ്ട്. സ്റ്റോൺ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴുകിയെടുക്കാൻ പോവാണ്. എന്തോരം പൊടിയുണ്ടല്ലേ. പിന്നെ വെള്ളം വീഴുമ്പോൾ കറക്കുന്ന മെറ്റിലാണ്. സ്റ്റോൺ നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ ഗൈസ്. നമ്മളത് ഇനി അടുത്തത് നമ്മൾ എടുക്കാൻ പോണത് വെള്ള സ്റ്റോണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ. ഇത് വലിയ സ്റ്റോണാണത്. നമ്മളത് കഴുകാൻ വേണ്ടിയിട്ട് പോണേന്. അത് കഴുകിയിട്ട് നമ്മൾ അതും അക്വേറിയത്തിൽ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കണത്. അപ്പോൾ എങ്ങനെയായിരിക്കും നമുക്കറിയത്തില്ല. അതിൻ്റെ നമ്മളത് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് പോണേണ് ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം. കാണിക്കണേ ചേട്ടസ് ഇതേ ഇവിടെ നിന്ന് കഴുകിക്കൊണ്ടിരിക്കണേ കേട്ടോ. സ്റ്റോൺ കഴുകണേ. അപ്പോൾ ഗൈസ് ചേട്ടാ അവിടെ കഴുകിയിട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ വീട്ടിൽ നേരത്തെ ഉണ്ടായ ഇതാണ് കേട്ടോ. ഞങ്ങൾ വീട് വെച്ചപ്പോൾ വീട്ടിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഈ സ്റ്റോണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യണത്. അപ്പോൾ ഗൈസ് നമ്മളത് വൈറ്റ് സ്റ്റോൺ കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിനി ഇത് സെറ്റാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ചേട്ടൻ നന്നായിട്ട് കഴുകി കുറച്ച് പായലൊക്കെ പിടിച്ചിരിക്കുന്നതായിരുന്നു.
അത് നമുക്ക് പറ്റണ പോലെയൊക്കെ നമ്മൾ കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ നമ്മുടെ അക്വേറിയത്തിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പോണേ കേട്ടോ ഗൈസ്. ലൈറ്റും കൂടി വന്നാലേ പവർ വരുള്ളൂ. നമുക്കിത് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകണ്ട. നമ്മൾ ആ പോർഷനിലും നമ്മൾ നമ്മുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ആ പോർഷനിൽ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതെന്താണോ നമുക്ക് അപ്പുറത്ത് ഇങ്ങനെ അടഞ്ഞു പോണ കൊണ്ടാണ് നമ്മൾ അവിടെ കൂടി ഒട്ടിച്ച് കേട്ടോ. നമ്മളെന്നിട്ട് ഈ സ്റ്റോണാണ് ഫസ്റ്റ് ഇടുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ആ ബ്ലാക്ക് സ്റ്റോൺ നമ്മൾ ഇടാൻ കേട്ടോ. അതിൻ്റെ മുകളിലാണ് നമ്മൾ ബ്ലാക്ക് സ്റ്റോൺ ഇടാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് കല്ലൊക്കെ വരുന്നുണ്ട്, അതൊക്കെ നമുക്ക് പുറകെ വരും. നമ്മൾ കടലിൽ നിന്നൊക്കെ എടുക്കാൻ വേണ്ടി പോകണതാണ്. കടലിൽ നിന്ന് എടുത്തിട്ടൊക്കെ വേണം നമുക്ക് അക്വേറിയത്തിന് സെറ്റ് ചെയ്യാനുള്ളത്. നമുക്ക് വൈറ്റ് സ്റ്റോൺ നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാം ഗൈസ്. നമ്മളിതേ വൈറ്റ് സ്റ്റോൺ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ വെറുതെ റഫായിട്ട് ജസ്റ്റ് ഒന്ന് പറവറാന്ന് പറഞ്ഞാണ് നമ്മൾ സെറ്റ് ചെയ്തത് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇത് കണ്ട, ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതുപോലത്തെ സംഭവം ഇവിടെ ഉണ്ടായതാണ്. ഇത് കണ്ടോ, അവിടെ ഒരു ടോയ് വെച്ചിട്ടുണ്ട്, അതുപോലത്തെ സംഭവം ഇവിടെ ഉണ്ടായതാണ്. അപ്പോൾ ഞങ്ങൾക്ക് സെറ്റ് ചെയ്ത് നമ്മുടെ അക്വേറിയത്തിന് നീളമൊക്കെ കൂടുതൽ ആയതുകൊണ്ട് നമ്മളത് കട്ട് ചെയ്തിട്ടാണ് ഇവിടെ അക്വേറിയം സെറ്റ് ചെയ്തേക്കണത് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ബ്ലാക്ക് സ്റ്റോൺ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകണതാണ്. നമ്മൾ ബ്ലാക്ക് സ്റ്റോൺ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബ്ലാക്ക് സ്റ്റോൺ. ബ്ലാക്ക് ചേട്ടൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഗൈസ്. അതുവരെ നമുക്ക് ഇനി സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി കാണാം ഗൈസ്. ചേട്ടൻ നമ്മുടെ അക്വേറിയം നീക്കി അങ്ങോട്ട് മതിയായിട്ട് എത്ര പോഷൻ മതി. സ്റ്റോൺ നമ്മൾ സെറ്റ് ചെയ്തിട്ടാ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം നിറക്കണം. ബ്ലാക്ക് സ്റ്റോണൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. വൈറ്റ് സ്റ്റോണും ബ്ലാക്ക് സ്റ്റോണൊക്കെ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തത് ഗൈസ്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് സ്റ്റോണും വൈറ്റും സ്റ്റോണൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിനേക്ക് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ചേട്ടാ അപ്പോൾ ജസ്റ്റ് ആ ചില്ലൊക്കെ ഒന്ന് തുടക്കണേണ്. പേപ്പർ പിടിച്ചാണ് തുടക്കണം കേട്ടോ. ഇതൊക്കെ തുടച്ച് റെഡിയാക്കണം. നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ വെള്ളം അക്വേറിയത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണേ കേട്ടോ. നമ്മളൊരു പാത്രം വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കണത് കേട്ടോ വെള്ളം. നമ്മുടെ അക്വേറിയത്തിലേക്ക് വെള്ളം സെറ്റ് ചെയ്ത് കൊടുക്കണേണ് ഗൈസ്. ചേട്ടാ അപ്പോൾ നമ്മുടെ അക്വേറിയത്തിലേക്ക് വെള്ളം സെറ്റ് ചെയ്ത് കൊടുക്കണേണ്. നമുക്കപ്പോൾ കുറേ വെള്ളം വേണ്ടി വരുമെന്നാണ് തോന്നണത്. ഒരു 3-4 ബക്കറ്റ് വെള്ളം വേണ്ടി വരുമെന്നാണ് ഗൈസ് തോന്നണത് കേട്ടോ. നമ്മൾ വെള്ളം സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളപ്പോൾ ഇന്ന് തന്നെ മീൻ വാങ്ങിച്ചിടാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പക്ഷേ അവിടെ കടയിൽ ഷോപ്പിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇന്ന് മീൻ ഇടാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ മീൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ചത്തു പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മൾ വാങ്ങിയില്ല കേട്ടോ. മെസ്സക്കുട്ടനെ അപ്പോൾ നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. മെസ്സക്കുട്ട മാറിക്കോ, അത് പൊട്ടിപ്പോയാൽ പിന്നെ പണി കഴിയും കേട്ടോ.
അപ്പം മെസ്സക്കൂട്ടാൻ അക്വോറിയം നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അതവിടെ വെച്ചാ ചീത്തായിപ്പോ. ആ ആ നമ്മളപ്പോ അക്വോറിയം വെള്ളം നിറച്ചിട്ടുള്ള വീഡിയോ ഇത് കാണാം കേട്ടോ. ഹലോ, എന്ത് ചെയ്യാനാണ് മെസ്സക്കുട്ട? മീനിന്റെ ചെടിയൊക്കെ നോക്കണേണോ? എൻ്റെ അമ്മേ, നമ്മളത് വെള്ളം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ടോട്ടൽ ഇതിനകത്ത് 5 ബക്കറ്റ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. 5-6 ബക്കറ്റ് വെള്ളം ടോട്ടൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് നമ്മളപ്പോൾ വെള്ളം നമ്പർ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തിട്ട് ഫിൽറ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടി, അപ്പോൾ ഫിൽറ്റർ സെറ്റ് ചെയ്യാനാണ് കേട്ടോ ഗൈസ്. ഫിൽറ്റർ നമ്മൾ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഫിൽട്രേഷനൊക്കെ അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് ഇതിലേക്ക് നമ്മുടെ മെഡിസിനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. അക്വോറിയം സെറ്റിങ് കഴിയും ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ മീൻ വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കണം കേട്ടോ. മീനൊക്കെ ഇന്നലെ നമ്മൾ ബാക്കി ഐറ്റംസൊക്കെ വാങ്ങിക്കൊണ്ടും പോയി. ഇനി നമ്മൾ ഫിഷ് വാങ്ങിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷോപ്പിൽ വന്നേക്കണേ. അപ്പോൾ നമ്മളിത് ഈ ഫിഷ് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിത് ടെട്രാ ഫിഷിനെ വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ നമ്മളതുപോലെ തന്നെ ഗോൾഡ് ഫിഷ് വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ കുറേ തരത്തിലുള്ള മീനുകളൊക്കെ ഉണ്ട്. അരവണയുണ്ട്, പിന്നെ ഗോൾഡ് ഫിഷ് ഉണ്ട്, ടെട്ര ഉണ്ട്, പിന്നെ എന്തോ സീബ്രേഡ പോലത്തെ ലൈനൊക്കെയുള്ള ഫിഷുകളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഇത് ചെറിയ മീനുകളൊക്കെ ഉണ്ട്. എല്ലാം നല്ല മീനുകളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ടെട്രേനിയം വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഏഞ്ചൽ ഫിഷ്, പിന്നെ ഗോൾഡ് ഫിഷ്, സക്കർ, അതൊക്കെ വാങ്ങിക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ ഗോൾഡ് ഫിഷ് തന്നെ പല പല ഇതുണ്ട് കേട്ടോ, പല മോഡലിൽ തന്നെ ഉണ്ട്. പിന്നെ ഏഞ്ചൽ ഫിഷ് ഉണ്ട്, ഏഞ്ചൽ പല കളറിലുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങളപ്പോൾ മീനിനെ അക്വോറിയത്തിലേക്ക് ഇടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അക്വോറിയത്തിൽ ആ കവറുടെ തന്നെ ഒന്ന് അതിൻ്റെ ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഇറക്കിക്കണേണ്ട. അക്വോറിയത്തിൽ തന്നെ ആ കവറൊക്കെ മീനിൻ്റെ കവർ ഇറക്കി വെച്ചേക്കണാണ്. അപ്പോൾ ഞങ്ങളപ്പോൾ മീനിനെ ഇനി ഇറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഗൈസ്. ചേട്ടാ അപ്പോൾ തുമ്പ് അക്വോറിയത്തിൻ്റെ കവറിൻ്റെ തുമ്പ് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്കിനി അതിനെ ഇറക്കി കൊടുക്കണം മീനിനെ. അപ്പോൾ മീൻ തന്നെ അപ്പോൾ ഇറങ്ങുന്നുണ്ട് കേട്ടോ ഗൈസ്. ഓരോന്നായിട്ട് ഇനി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്, കവറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളപ്പോൾ വാങ്ങിയിട്ടുള്ളത് ഏഞ്ചൽ ഫിഷിനാണ്. ഏഞ്ചൽ ഫിഷ് 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറുള്ള. പിന്നെ ഗോൾഡ് ഫിഷ്, അപ്പോൾ ഗോൾഡ് ഫിഷൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഒരു ഏഞ്ചൽ ഫിഷ് ഇറങ്ങി, പിന്നെ ഒരു ടെട്ര ഇറങ്ങാനുണ്ട്, റെഡ് കളറുള്ള ടെട്ര ഇറങ്ങാനുണ്ട്. അപ്പോൾ അടുത്ത ഏഞ്ചൽ ഫിഷ് ഇറങ്ങി. അപ്പോൾ മീനുകളപ്പോൾ എല്ലാം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ അക്വോറിയത്തിലേക്ക് മീൻ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് വന്ന ന്യൂ മെമ്പേഴ്സാണ് ഇത്. അപ്പോൾ മെസ്സക്കുട്ടന് വേണ്ടിയിട്ടാണ്, അവക്കുള്ള സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ എല്ലാം ചെയ്യുന്നത്. എല്ലാം നമ്മുടെ വീട്ടിലെല്ലാം ചെയ്യണത്. അവൾക്ക് മീനുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ മിക്കയിടത്തും പോകുമ്പോൾ കാണുമ്പോൾ ഇങ്ങനെ പറയും മെസ്സക്കുട്ടനും വേണമെന്ന് പറയും ഇങ്ങനെ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തേക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഇതിനകത്ത് ഓടിയൊക്കെ നടക്കുന്നുണ്ട്. മീനുകളൊക്കെ അക്വോറിയത്തിൽ എല്ലാവരും നന്നായിട്ട് ഓടി നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾക്കപ്പോൾ പോയിട്ട് സക്കർ കിട്ടിയില്ല കേട്ടോ ഗൈസ്. ഇന്ന് ഞങ്ങൾ പോയിട്ട് സക്കർ ഞങ്ങൾക്ക് കിട്ടിയില്ല. സക്കർ അവിടെ തീർന്നു പോയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇനി വേറെ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് വേണം നമ്മുടെ അക്വോറിയത്തിലേക്ക് സക്കറിനെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേറെ ഞങ്ങൾക്ക് മീൻ വല്ലതും കിട്ടുന്നതാണെങ്കിൽ ഞങ്ങൾ വാങ്ങിക്കണതായിരിക്കും ഗൈസ്. അപ്പോൾ അങ്ങനെ ഞങ്ങളിപ്പോൾ
മീനുകളൊക്കെ എല്ലാം അതിൽ നന്നായിട്ട് ഓടി നടക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇനി മീനിന് നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കണം. ഫിൽറ്ററൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ട് മീനുകൾ നന്നായിട്ട് ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടാ അപ്പോൾ ഫുഡ് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ഗൈസ്. നമ്മുടെ അക്വേറിയത്തിലേക്ക് ഫുഡ് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ എന്താണെന്നറിയില്ല, അതുങ്ങളൊന്നും കഴിച്ചില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് അതുങ്ങൾ കഴിക്കാനൊക്കെ തുടങ്ങിയത്. അതിപ്പോൾ കൊണ്ടുവന്ന് ഇട്ടതല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഒന്നൊന്നും അതുങ്ങൾ കഴിക്കാനെന്ന് വെച്ചാൽ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഫുഡ് കഴിക്കാനൊക്കെ തുടങ്ങി ഗൈസ്. ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങുന്നുണ്ട് മീനുകൾ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അക്വേറിയം. പിന്നെ നാളെ ഇനി അടുത്ത കടയിൽ പോയിട്ട് വേറെ ഷോപ്പിൽ പോയിട്ട് നമുക്കിനി സക്കറിനെയോ പിന്നെ വേറെ എന്തെങ്കിലും മീനുണ്ടെങ്കിൽ ഇനി നമ്മൾ അതും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഓർത്തിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ അക്വേറിയം. അപ്പോൾ ഗൈസ് ഞങ്ങളത് സക്കർ ഫിഷിനെയൊക്കെ ഒന്ന് ഞങ്ങൾക്ക് അന്ന് ഫിഷ് വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്കും അവിടെ കിട്ടിയില്ല, അവിടെ തീർന്നു പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വേറെ ഷോപ്പിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അത് കൂടാതെ തന്നെ സക്കർ കൂടാതെ തന്നെ ഞങ്ങൾ 2 ഏഞ്ചൽ ഫിഷിനെയും കൂടി വാങ്ങിയായിരുന്നു കേട്ടോ. ഏഞ്ചൽ ഫിഷിനെ നമ്മൾ ഓൾറെഡി ബ്ലാക്ക് ആൻഡ് വൈറ്റ് വാങ്ങിയതാണ്. പിന്നെ അത് കൂടാതെ നമ്മൾ ഏഞ്ചൽ ഫിഷിനെ വൈറ്റും യെല്ലോ ഷെയ്ഡ് വന്നതും പിന്നെ ബ്ലാക്കും കൂടി കൂടിയത് 2 എണ്ണത്തിന് വാങ്ങിച്ചിട്ടോ. ഒരെണ്ണം ഇവിടെ നിൽപ്പുണ്ട് ഗൈസ്. പിന്നെ ഒരെണ്ണം ആ സൈഡിലായിട്ട് നിൽപ്പുണ്ട് കേട്ടോ ഗൈസ്. കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, അവിടെയും കൂടി ഒരെണ്ണം നിൽപ്പുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ പിന്നെ നമ്മൾ സക്കർ വാങ്ങിയിട്ടുണ്ട്. സക്കർ അവിടെ ഉണ്ട് കേട്ടോ. കണ്ടോ ഗൈസ്, അവിടെ ഒരു സക്കർ നിൽപ്പുണ്ട്. പിന്നെ ഒരു സക്കർ നമ്മുടെ ഫിൽറ്ററിൻ്റെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഗൈസ്. അത് ഇടയിലായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ 2 ഏഞ്ചൽ ഫിഷും പിന്നെ 2 സക്കർ പിന്നെ വേറെ ബ്ലാക്ക് കളറിലെ 2 ഏഞ്ചൽ ഫിഷ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ 4 ഏഞ്ചൽ ഫിഷ് ഉണ്ട് നമ്മൾക്ക്. പിന്നെ ടെട്ര ഉണ്ട്. ടെട്ര യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്. പിന്നെ ഇലക്ട്രിക് ഗ്രീൻ, അതെന്തോ ആയിട്ടാണ് അതിൻ്റെ പേര്, അതുണ്ട് കേട്ടോ. പിന്നെ 2 ഗോൾഡ് ഫിഷ്, അതുപോലെ തന്നെ ഇത്രയും മീനുകളൊക്കെ ഉണ്ട് നമുക്കുള്ളത് ഗൈസ്. മെസ്സക്കുട്ടിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് അക്വേറിയം ഉണ്ടാകുക ഗൈസ്. ഇതൊക്കെ ഇതാണ് അപ്പോൾ നമ്മുടെ അക്വേറിയം. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് ഇനി കുറച്ച് എന്താണ് വുഡിൻ്റെ ഇതൊക്കെ വരുന്നുണ്ട്. നമ്മൾ മറ്റേ ഇതല്ലേ നമ്മുടെ അക്വേറിയത്തിൽ സെറ്റ് ചെയ്യണം മരമൊക്കെ, വുഡ്, അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി പതിയെ വരും, പുറകിന് വരും കേട്ടോ. അപ്പോൾ ഞങ്ങളപ്പോൾ അതൊന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. അതൊക്കെ ഒന്ന് ഞങ്ങൾ വെയിലത്തൊക്കെ വെച്ച് ഉണക്കി അതിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ടൊക്കെ വേണം ഞങ്ങൾക്ക് ഇതൊക്കെ അക്വേറിയത്തിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ ഗൈസ്. അപ്പോൾ ഇതാണ് അപ്പോൾ ഞങ്ങളുടെ അക്വേറിയം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിത് ഫുഡ് വാങ്ങിച്ചിട്ടുള്ളത് ഇതാണ് കേട്ടോ. ഒപ്റ്റിമം ഹൈ ന്യൂട്രീഷ്യസ് ഫുഡ് ഫോർ ഓൾ അക്വേറിയം ഫിഷ്. അപ്പോൾ മിനി പെല്ലറ്റാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ അക്വേറിയത്തിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ഷോപ്പിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത് ചെറിയ ഫിഷസിനും കഴിക്കാൻ വേണ്ടി പറ്റും, അതുപോലെ തന്നെ വലുതിനും കഴിക്കാൻ വേണ്ടി പറ്റും എന്നാണ് അവർ ഇതിൽ പറഞ്ഞത് കേട്ടോ. പിന്നെ നോൺ വാട്ടറാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൽ കാണിച്ചേക്കണത് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യണത് അക്വേറിയത്തിൽ യൂസ് ചെയ്യണത് ഇതാണ് ഒപ്റ്റിമം മിനി പെല്ലറ്റാണ് നമ്മൾ യൂസ് ചെയ്യണത് കേട്ടോ ഗൈസ്. അതെ നോക്കൂ, ഇതാണ് നമ്മൾ യൂസ് ചെയ്യണത് ഗൈസ്. അപ്പോൾ ഗൈസ് എല്ലാവരും അക്വേറിയം കണ്ടില്ലേ? ഞങ്ങളുടെ മെസ്സക്കുട്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്ത അക്വേറിയമാണ്. നമുക്കപ്പോൾ കുറച്ച് മീനുകളൊക്കെ ഉള്ളത് നമ്മളിപ്പോൾ വാങ്ങിച്ചിട്ടേക്കണത്. ഞങ്ങളപ്പോൾ ചെറിയതായിട്ട് സെറ്റ് ചെയ്തതാണ്, നമ്മുടെ വീട്ടിൽ തന്നെ അക്വേറിയം സെറ്റ് ചെയ്താണ് ചെറുതായിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് തുടർന്ന് വീഡിയോകളൊക്കെ ഇടാൻ വേണ്ടി പറ്റത്തുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കിനി വീണ്ടും കാണാം. ബൈ ഗൈസ്.